ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത പെങ്ങളെ ചേട്ടൻ തല്ലിക്കൊന്നു. പെങ്ങളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനെ സൂപ്പിൽ സയനൈഡ് കലക്കി കൊന്നു. ആ ന്യൂസ് പേപ്പറിലില്ലല്ലോ. അത് നാളെ വരാനുള്ളതാ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പുവാടി പോടി. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി ചുടുക. സോറി, ഞാൻ കമ്മിറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി ഇരിക്കുവാണ്. അവളിപ്പോ ഇവിടെ വരും. കുട്ടി ഇവിടെ ഇരിക്കണ്ട കേട്ടോ, അവളെ കണ്ട സീനാകും. കുട്ടി പോയിക്കോ. ഇത് ഞാനാടാ ചിഞ്ചു, നീ നമുക്ക് ഒളിച്ചോടണ്ടേ? വാ. ദൈവമേ, ഫിൽറ്റർ ചതിച്ചു. അങ്ങനെ ആരെങ്കിലും ഹൗവാറിന്ന് വെച്ചാൽ അയാൾ ഫൈൻ അയാളോട് പറയാൻ വേണ്ടി, അല്ലാണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കിട്ട് ഇളിക്കലല്ല അയാളെ. അയ്യോടാ, ഞാനൊന്നും പറയില്ല. ഫൈനി എന്ന് പറഞ്ഞ പിഴ, അയാൾ ഫൈനി എന്ന് പറഞ്ഞ ഞാൻ പിഴയാന്ന്, അങ്ങനെയല്ല അതിനർത്ഥം. എന്നെ അങ്ങനെ പറ്റിക്കണ്ട കേട്ടാ. എനിക്കൊരു സാധനം വേണം. എന്നാ വേണ്ടേ? മസാല ദോശ, ജിലേബി, പിന്നെന്താ? കുണാഫ. കുണാഫ ദിനേശ് ചേട്ടാ. എന്താടെ? നീയല്ലേ പറഞ്ഞോളൂ സീനാന്ന്. പേടിക്കണ്ട, ഞാൻ എന്റെ വീട്ടുകാരോണ്ട് വന്നു, നമുക്കെല്ലാം സെറ്റാക്കാം. ഞാൻ ഏപ്രിൽ ഫുള്ള് പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എടി മാർച്ചല്ലത്. അത് ഏപ്രിൽ 1 പറ്റി ജയിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് മുന്നേ പറ്റിക്കാൻ നോക്കിയതാ. അപ്പുറത്തെ വീട്ടിലെ സന്തോഷേട്ടനെ നോക്കിയേ, ഭാര്യയെ താഴെ വെക്കാതെയാ കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ അതുപോലെയൊക്കെ ചെയ്തൂടെ? എനിക്ക് അവളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സന്തോഷം ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ഫുൾ ടൈം വീട്ടില. കുട്ടിക്ക് ലൈൻ ഉണ്ടാ? ഇല്ല. വൗ, സൂപ്പർ. അപ്പോ ഓക്കെ, ഐ ലവ് യു. സ്റ്റുപ്പിഡ്. ലയൻ ഇല്ല എന്നേ പറഞ്ഞുള്ളൂ, ഹസ്ബൻഡ് ഇല്ല എന്ന് പറഞ്ഞില്ല. പെൺപിള്ളേരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? വേറെന്ത്, വാരി വലിച്ച് തിന്നുകയും ചെയ്യണം, പക്ഷെ തടിച്ചാവാനും പാടില്ല. ആ സത്യല്ലേ? പ്രശാന്ത്, തന്റെ കൂട്ടുകാരന് ലൈൻ ഉണ്ടാ? ഒന്ന് നിന്നേ. ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്റെ ലുക്ക് കണ്ടിട്ടൊന്നല്ല. അങ്ങനെയാണ് എനിക്ക് നിന്റെ കൂട്ടുകാരൻ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ നീ പറഞ്ഞത് ശരിയാ, നീ ഇല്ലെങ്കിലും ഞാനിവിടെ ജീവിക്കും. എന്തോ നീ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ വെള്ളം പതിച്ചു കഴിഞ്ഞാല് പതത്തിളച്ചു കഴിഞ്ഞാല് സോപ്പ് കൂടി ഈ ഗ്ലാസ്സിൽ ഇളക്കും. നീ ഇതെവിടെ പോടി? പാലായ്ക്ക്, എന്റെ വീട്ടിലേക്ക്. പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. എടോ, താനിനി ഒരുപാട് ശ്വാസം മുട്ടി അയാളോട് നിൽക്കണ്ട. എപ്പോ വേണമെങ്കിലും ഒരു ബാഗ് എടുത്ത് ഇങ്ങോട്ട് പോരെ. ഇവിടെ ഉപയോഗിക്കാത്ത കുറെ മുറികളുണ്ട്. ആലോചിക്കാം. പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ എന്റെ കൂടെ കിടക്കുകയും ചെയ്യാം. ഐ ഡോണ്ട് മൈൻഡ്. ആലോചിക്കുന്നില്ല. അതെ, ഞാൻ കുറച്ച് അകലേന്നാ. ഞാൻ വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇത്ര നടന്നിട്ടും വഴിയിൽ ആരും കണ്ടില്ല. കുറച്ചുകൂടി നടന്നോ, ആരെങ്കിലും കാണും. Hey, I love you. I wanna marry you. I can't wait to live my life with you. நீக்கு ஒன்னும் புரியல அண்ணா, தமிழ்ல சொல்லுங்க. അത് രക്ഷാബന്ധൻ എനിക്ക് രാഖി കെട്ടി വിടുകയാന്ന് കേട്ടേ. എന്നെ മനസ്സിലായോ? അതാണ് ഞാനിത് എങ്ങനെ എങ്ങനെ എവിടെ പറ്റേ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ല? ഇല്ല. മുറ്റത്തെ മുല്ല അതിപ്പോ പറ്റി കളഞ്ഞു. എന്താ പേര്? പേരയ്ക്ക. ഓ, എന്റെ പേര് വവാൽ. തന്നെ ചപ്പിക്കോട്ടെ. നോ നോ, ആരും മുന്നോട്ട് വരരുത്. ഈ കുട്ടി ഒന്നും ചെയ്യരുത്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. ഐ എൻജോയ്ഡ് എ ലോട്ട്.